ആലുവ കാലടിയിൽ മുൻ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ 5 പേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ 4 പേർ പിടിയിൽ. 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു മാസം മുമ്പുണ്ടായ തർക്കമാണ് അതിക്രൂരമായ ആക്രമണത്തിൽ കലാശിച്ചത്. കൂടുതൽ പ്രതികളുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന പറഞ്ഞു. അത് വൈരാഗ്യന്റെ ഭാഗമായിട്ട് കുറച്ച് ഗൂഢാലോചന പോലെയാണ്. അത് ഇതുവരെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ അത് റിവീൽ ചെയ്തു. പക്ഷേ കൂടുതൽ ഡീറ്റെയിൽസ് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായിട്ട് ശേഷം മാത്രം കൂടുതൽ അഭിപ്രായം പറയാൻ പറ്റും. ഇതുവരെ ഇത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ടോ, സോ നമ്മൾ എല്ലാ പോർട്ടൽസ് നോക്കുന്നുണ്ടോ. അവരുടെ വെർജൻ പ്രകാരം വേറെ കേസൊന്നുമില്ല. ഈ കഴിഞ്ഞ മാസം ഒരു സിമ്പിൾ ഹേർട്ട് കേസിൽ വിക്ടിം ആയിരുന്നു. ആ കേസിന്റെ വൈരാഗ്യന്റെ ഭാഗമായിട്ട് ഈ ഇന്നലത്തെയുള്ള ഇത് കൊട്ട് ചെയ്തു. പ്രകോപനമില്ലാതെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റ റസാഖ് 24-നോട് പറഞ്ഞു. ഇന്നലെ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ഷെഡിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു 5-6 പേര് മാരകായുധങ്ങളുമായി അവിടെ ഒരു കാറിന് വന്നിട്ട് മാരകായുധങ്ങളുമായിട്ട് ഒരു പ്രകോപനവും ഇല്ലാതെ ഞങ്ങൾ ആക്രമിക്കുകയായിരുന്നു. ഞങ്ങളെ ആക്രമിച്ച് എനിക്ക് 3 കുത്ത് പുറത്ത് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടാകുന്ന ഒരാളുടെ തലക്ക് ശക്തമായിട്ട് അടിച്ച് അത് അയാൾക്ക് ഒരു 7 സ്റ്റിച്ച് ഉണ്ട്. പിന്നെ ഈ മൻസൂർ ഇവരെയൊക്കെ ആക്രമിച്ച് ഞങ്ങളൊരു 5-6 പേരെ അവർ ആക്രമിച്ച് തിരിച്ച്. അപ്പം ഞങ്ങളിങ്ങനെ ഓടി മാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ മുൻ പഞ്ചായത്ത് മെമ്പർ സുലൈമാൻ പുതുവാങ്ങുന്നതിൽ ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയുണ്ടായി. അപ്പോൾ അവൻ എന്താ വിഷയം എന്ന് സംസാരിക്കാനായിട്ട് എന്താന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോൾ അവനെ കാറിടിച്ച് ആദ്യം വീഴ്ത്താൻ നോക്കി. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവനെ ഒരു പ്രകോപനവും ഇല്ലാതെ മാരകമായിട്ട് ആക്രമിക്കുകയായിരുന്നു. ഇതെന്താ കാരണം എന്ന് ഒരു ഐഡിയ ഇല്ല. ആരാ എന്താണെന്നുള്ളൊരു ഐഡിയ ഇല്ല. വിഷ്ണു സുരേഷ് ഉണ്ട് വിശദാംശങ്ങളുമായി. വിഷ്ണു, ആരാണ് ഈ ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകൻ? ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ആരൊക്കെ? ഗോകുൽ, ഫൈസൽ ബാബു, അതോടൊപ്പം സിറാജ്, സനീർ, ഈ 3 പേരുമാണ് ഈ കേസിൽ നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഇതിൽ പ്രധാന പ്രതി ഫൈസൽ ബാബു ആണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു മാസം മുമ്പ് ഫൈസൽ ബാബു അതോടൊപ്പം തന്നെ അർഷാദ് എന്ന് പറയുന്ന ഒരാളുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു വാഹനാപകടവുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം നിലനിന്നിരുന്നു. ആ തർക്കത്തിന്റെ ആകെത്തുക ബാക്കിയാണ് ഇന്ന് നടന്ന ഈ അക്രമ സംഭവം എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അന്ന് ഈ ഫൈസൽ ബാബുവും അൻഷാദും തമ്മിലുള്ള തർക്കത്തിൽ മധ്യസ്ഥത പറയാനെത്തിയ ആളാണ് കോൺഗ്രസിന്റെ മുൻ പഞ്ചായത്ത് അംഗമായ സുലൈമാൻ. അതുകൊണ്ട് സുലൈമാൻ ഈ അൻഷാദിനെയും അതോടൊപ്പം അൻഷാദിന്റെ പിതാവ് സിദ്ദീഖിനെയും സംരക്ഷിക്കുന്നു എന്നൊരു വിലയിരുത്തൽ ഈ അക്രമകാരികൾക്കുണ്ട്. അതുകൊണ്ടാണ് സുലൈമാനെ കൂടി ആക്രമിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ രാത്രി കാറിൽ 6-അംഗ സംഘം എത്തുന്നു. ഇവർ സിദ്ദീഖ് ഉൾപ്പെടെയുള്ള അൻഷാദ് ഉൾപ്പെടെ ആളുകൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിലേക്ക് എത്തി ഒന്നും പറയാതെ തന്നെ ആയുധവുമായി എത്തി ആക്രമിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഈ കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ട് എന്നുള്ളതാണ് പ്രതികൾ ചോദ്യം ചെയ്തപ്പോഴും അതോടൊപ്പം തന്നെ ഈ ഇരയാക്കപ്പെട്ട ആളുകളിൽ നിന്നുള്ള ലഭിക്കുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലും അങ്ങനെയാണ്. 6 പേരോളം ഈ സംഘത്തിലുണ്ടായിരുന്നു. CCTV കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റ് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ വാഹന അപകടം മാത്രമാണോ ഈ അക്രമത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് വിശദമായി പരിശോധിക്കുന്നു. വേറെ ഏതെങ്കിലും തരത്തിലുള്ള എലമെന്റുകൾ ഉണ്ടോ ഈ അക്രമത്തിന് പിന്നിൽ എന്നുള്ള കാര്യത്തിൽ അന്തിമ സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല. വിശദമായി പരിശോധിച്ച ശേഷം മാത്രമേ അക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് എത്തുകയുള്ളൂ. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് സാധ്യത. അതിനുശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം. പരിക്കേറ്റ സുലൈമാന്റെ ആരോഗ്യനില ഇന്നലെ ഗുരുതരമാണ്. നിലവിൽ അതൊരൽപ്പം ഭേദപ്പെട്ടിട്ടുണ്ട്. അപകടനില തരണം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഗോകുൽ. വിഷ്ണു, ഇന്നലെ രാത്രിയിലാണ് കാലടിയിൽ ഇത്തരത്തിൽ പൊടുന്നനെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. കാറിലെത്തിയ സംഘം അവിടെ റോഡ് അരികിൽ ഇരുന്ന ഇതൊന്നും പ്രശ്നം എന്താണെന്നോ മുൻ തർക്കങ്ങൾ എന്തെന്നോ പോലും അറിയാതിരുന്ന ഒരു കൂട്ടത്തിന് നേരെയാണ് ആക്രമണം നടത്തി. അതിൽ സുലൈമാൻ എന്ന മുൻ പഞ്ചായത്ത് അംഗത്തിനാണ് കാര്യമായി പരിക്കേറ്റത്. ഏതായാലും മുമ്പ് വാഹനാപകടവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കമാണ് ഇത്തരത്തിലൊരു ക്രൂരമായ ആക്രമണത്തിൽ കലാശിച്ചത് എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം.